മേടക്കൂറിലെ ഭരണി നക്ഷത്രം. അപ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലേക്ക് ശനീശ്വരൻ മാർച്ച് 29-ാം തീയതി വരും. അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഏഴരശനിയുടെ കാലഘട്ടം തുടങ്ങി. പക്ഷെ വ്യാഴം മാറുന്നത് മെയ് മാസത്തിലാണ്. മെയ് മാസം 18-ാം തീയതിയോട് കൂടിയിട്ടാണ് വ്യാഴം മാറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രാഹുവിനൊരു മാറ്റമുണ്ട്. മെയ് മാസത്തിൽ രാഹു 11ലേക്ക് വരും. അപ്പോൾ രാഹു 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ 11ൽ രാഹു നല്ലതിനെ തരുന്നു. അതേപോലെ ശനീശ്വരൻ്റെ പോലെ തന്നെ ലാഭത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാർക്കും അഥവാ മേടക്കൂറുകാരെ സംബന്ധിച്ച് 10ൻ്റെയും 11ൻ്റെയും ഭാവാധിപതിയാണ് 12ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ ആ 12 എന്ന് പറയുന്നത് മോക്ഷസ്ഥാനമാണ്. പിന്നെ ഏഴരശനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കാം. എന്ത് ചെറിയ കർമ്മമാണോ വലിയതാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ തൊഴിലാണെങ്കിൽ പോലും അതിൽ നീതി ആവുക, നിസ്വാർത്ഥമായിട്ട് അതിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ശനീശ്വരൻ അവിടെ നല്ലത് തരും. ഏഴരശനി ആണെങ്കിലും ശനി ഉയർത്തി ഇട്ടുള്ള ആൾക്കാരും നന്നായിട്ട് ഉണ്ട്. പിന്നെ അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലസത വരും, മടി വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശനീശ്വരൻ നോക്കുകയാണ്. ഇവനിങ്ങനെ പണിയെടുക്കുമോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അതിനൊക്കെ മറികടന്ന് നമ്മൾ എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്നത് തീർക്കും, അല്ലെങ്കിൽ ഞാൻ ജോലി സ്ഥലത്ത് പോയിട്ട് ഇന്നതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ശനിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ആ 12ലെ ശനിയിൽ നിന്ന് ആദ്യകാലങ്ങളിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് രാഹു 11ലേക്ക് വരുമ്പോൾ നമുക്കത് മാറ്റം വരും. പിന്നെ വ്യാഴാണ്. പിന്നെ വ്യാഴം 3ലേക്ക് വരുന്നു. അപ്പോൾ വ്യാഴം 3ലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറവിളി കൂട്ടുന്നാണ് പറയുക. അപ്പോൾ മുറവിളി കൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ രാഹു ഉള്ളത് കൊണ്ട് കർമ്മം നന്നാക്കി എടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. രോഗങ്ങളെ മാത്രം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ കാലുവേദന, കൈവേദന, അങ്ങനെ പിന്നെ കുട്ടികളാണെങ്കിൽ ഈ സൈക്കിള് വാഹനാദികൾ നടക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇതാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഭരണി നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ദേവിക്ക് കൊടുക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ഏഴരശനി സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് വേണം? ശനീശ്വരന് പിൻവിളക്ക് ധാര കൊടുക്കുക, കുവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശനിക്ക് ആദ്യം ഒരു 6 മാസം ശനീശ്വരന് നമുക്ക് എല്ലാ ശനിയാഴ്ചയും പോവാം. പിന്നെ അപ്പോൾ ശനിക്ക് മനസ്സിലാവും നമ്മൾ കൃത്യനിഷ്ഠതയുള്ള ആളാണ്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നാൽ ശനീശ്വരൻ നമ്മുടെ കൂടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള വഴിയെ കാണിച്ചു തരും. ഇതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളത്.